നമസ്തേ. SK യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു വന്നത് മതങ്ങളെല്ലാം ഒന്നാണ്, അതിലെ ഈശ്വരനും ഒന്നാണ്. മനുഷ്യരാശികളുടെ മനുഷ്യ വിഭാഗങ്ങളുടെ വ്യതിയാനമനുസരിച്ച്, ജലവായുക്കളുടെ അന്തരീക്ഷങ്ങളുടെ വ്യതിയാനമനുസരിച്ച് മനുഷ്യർ കഴിക്കുന്ന ആഹാരത്തിലും അവരുടെ തൊലിയുടെ നിറത്തിലും ഒക്കെ ഒരുപാട് വ്യത്യാസം വരും. അതേ രീതിയിൽ അവരുടെ സങ്കല്പ വിശ്വാസങ്ങളിലും വ്യത്യാസം വരും. ഒരാൾ ദൈവമേ എന്ന് വിളിച്ചാൽ അത് ദൈവമേ എന്ന സമ്പൂർണ്ണ അർത്ഥത്തിൽ, സർവശക്തനെ, സർവരക്ഷിതാവേ എന്ന അർത്ഥത്തിൽ അവർ കൃഷ്ണനെ വിളിച്ചാലും യഹോവയെ വിളിച്ചാലും അള്ളാഹുവിനെ വിളിച്ചാലും അത് ഒരാളിനെ തന്നെയായിരിക്കും വിളിക്കുന്നത്. അവിടെ ദൈവത്തെ മറ്റൊരാളുമായി പങ്കുവെക്കുകയോ കൂട്ടിവെക്കുകയോ ചെയ്യുന്നില്ല. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ 2 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആറ്റുകാൽ പൊങ്കാല ഇടാൻ വന്ന ഒരു മുസ്ലിം യുവതിയെക്കുറിച്ച് വളരെയധികം പരാമർശങ്ങൾ ഉണ്ടായി. അതുപോലെ ഒരു ക്രിസ്ത്യൻ പുരോഹിതനെന്ന് പറയാം, പാസ്റ്റർ, അദ്ദേഹം പരസ്യമായി ചോദിക്കുകയാണ്, ഹിന്ദു പുരാണങ്ങളിലൊക്കെ എന്തോന്നാണ് നന്മയുള്ളത് സ്വീകരിക്കാൻ ഉള്ളത്? ആക്ച്വലി ഇതെല്ലാം ഒന്നാമത് അറിവ് കേടാണ്, അല്ലെങ്കിൽ അറിവുണ്ടെങ്കിലും അവരുപജീവനമാക്കുന്ന ദൈവ കച്ചവടത്തിന് വിഘാതമാകും എന്നുള്ളത് കൊണ്ടാണ്. അതല്ലാതെ അവർ യഥാർത്ഥ വിശ്വാസത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയോ യഥാർത്ഥ ദൈവ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നവരല്ല. അവർക്കാർക്കും ഇത് ചെയ്യാൻ പാടില്ല. ആറ്റുകാൽ പൊങ്കാലയിട്ട മുസ്ലിം യുവതിയെക്കുറിച്ച് മറ്റൊരു മുസ്ലിം യുവതി വ്യക്തതയോടെ പറഞ്ഞത്, ദൈവത്തെ മറ്റൊരാളുമായി പങ്കുകാരനാക്കുന്നത് ഒരിക്കലും ഖുർആൻ ക്ഷമിക്കില്ല എന്നാണ്. ഖുർആനിൽ അങ്ങനെ ഉണ്ടാകാം, ദൈവത്തെ പങ്കുകാരനാക്കരുത് ഒന്നിനോടും. ദൈവം അതുല്യനാണ്, അനശ്വരനാണ്, സർവശക്തനാണ്. അങ്ങനെ ഒരാളെ ഉണ്ടാവുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തെ പങ്കുകാരനാക്കാൻ ആഗ്രഹിച്ചാലും അത് സാധ്യമല്ല. അപ്പൊ കുറെ വിമർശകർ വന്നിട്ട് പറഞ്ഞു, അമ്മയെ വ്യഭിചരിച്ചാലും അള്ളാഹു പൊറുക്കും, എന്നാൽ അള്ളാഹുവിനെ പങ്കുകാരനാക്കിയാൽ അള്ളാഹു പൊറുക്കില്ല. ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കരുത്. അതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതൊക്കെ മാറ്റിവെക്കണം എന്നാണ് എൻ്റെ പക്ഷം. കാരണം ദൈവം സർവശക്തനാണ്. ഈ മുസ്ലിം യുവതി തന്നെ അതിൻ്റെ ആ ഖുർആൻ വാചകത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിട്ടല്ല സംസാരിക്കുന്നത്. ദൈവം എന്ന പൂർണ്ണ അർത്ഥത്തിൽ ഏത് മതത്തിലും ഏത് ഭാഷയിലും വിളിച്ചാൽ ദൈവം പൂർണ്ണ അർത്ഥത്തിൽ ഒരാളാകുകയുള്ളൂ, മറ്റൊരാളാകില്ല. അത് അള്ളാഹു എങ്കിൽ അള്ളാഹു എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെ ഉദ്ദേശിച്ചിട്ടാണോ ആ വ്യക്തി, ആ ഒരു ആ ഒരു സംഗതി, അത് മാത്രമേ ദൈവമാകൂ. ഇനി സർവശക്തനായ മഹാവിഷ്ണുവിനെ വിളിച്ചാൽ അവിടെ സർവശക്തിത്വമാണ് ആ മഹാവിഷ്ണുവിൽ ആരോപിക്കുന്നത്. അപ്പം മഹാവിഷ്ണു എന്ന് വിളിച്ചത് കൊണ്ട് കാര്യമില്ല, അതിലൂടെ ഉള്ളിൽ ഉണരുന്ന സങ്കല്പം സർവശക്തനും സർവരക്ഷകനുമാണെങ്കിൽ ഈ മുസ്ലിം യുവതി അള്ളാഹുവേ എന്ന് വിളിക്കുന്നതും ഒരു ഹിന്ദു വ്യക്തി മഹാവിഷ്ണുവിനെ വിളിക്കുന്നതും ഒരാളിൽ തന്നെയാണ് ചെന്ന് ചേരുന്നത്. അവിടെ ദൈവത്തെ പങ്കുകാരനാക്കുന്നു എന്നൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വ്യാപക അർത്ഥത്തിലേക്ക് പരസ്പര ബഹുമാനം നൽകിക്കൊണ്ടുള്ള ചിന്ത പോകുന്നതിന് പകരം ഒന്നെടുത്ത് വെച്ച് മറ്റതിനെ ആക്ഷേപിക്കുന്നത് ഇത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, ആശാസ്യമല്ല അത്. അതുപോലെ പുരോഹിത വൃത്തി ചെയ്യുന്ന, പാസ്റ്ററായി പ്രവർത്തിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, മഹാഭാരതത്തിൽ നിന്നൊക്കെ ഭഗവത്ഗീതയിൽ നിന്നൊക്കെ എന്ത് നന്മയാണ് സ്വീകരിക്കാനുള്ളതെന്നാണ്. 1000 തിന്മകൾ നമുക്ക് ബൈബിളിൽ കണ്ടെത്താൻ പറ്റും. പക്ഷെ അത് തിന്മകളാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എന്ന സത്യമാണ് നമ്മൾ ആദ്യം അംഗീകരിക്കേണ്ടത്. അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നില്ല. അപ്രകാരമുള്ള നന്മയും തിന്മയും നമ്മൾ വേർതിരിച്ചറിഞ്ഞാൽ, കാലപരിഗണന കൂടി കണക്കാക്കി എടുക്കുമ്പോൾ ബൈബിളിൽ പറയുന്ന തെറ്റുകളോ ഭഗവത്ഗീതയിൽ കാണുന്ന തെറ്റുകളോ ഒക്കെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ബൈബിളിലും ഭഗവത്ഗീതയിലും ഖുറാനിലും പറയുന്ന മാനവിക അംശങ്ങളെ സ്വീകരിച്ച് അതിന് പ്രോത്സാഹനം കൊടുത്ത് ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യ വിഭാഗത്തെ വാർത്തെടുക്കാൻ കഴിയുമ്പോഴേ ഏത് മതത്തെ പ്രതിനിധീകരിക്കുന്നവരായാലും അവർ ദൈവവിശ്വാസത്തിന്റെ പാതയിലാകും. അല്ലാതെ പറയുന്നവരെല്ലാം ദൈവത്തെ കളങ്കപ്പെടുത്തുന്നു എന്ന പരമമായ പാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ പുരോഹിതനും അറിയില്ല,
ഒരുപാട് മുസ്ലിങ്ങൾക്കും അതറിയില്ല. പരമകാരുണികനും സർവശക്തനുമായ ദൈവം എന്നതാണ് അള്ളാഹു എന്ന് വിളിക്കുമ്പോൾ മനസ്സിൽ ഉയരുന്ന സങ്കല്പം. ഇനി മറ്റൊരു വിശ്വാസത്തിൽ കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴും പരമകാരുണികനും പരമശക്തനുമായ ദൈവം എന്ന സങ്കല്പം തന്നെയാണ് ഉദിക്കുന്നത്. അപ്പൊ പരമശക്തനും പരമകാരുണികനുമായി ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ നോക്കിയാലും ഒരൊറ്റ ആളെ ഉണ്ടാവും, രണ്ടുപേരാവൂല. രണ്ട് സർവശക്തന്മാർ ഒരിക്കലും ഉണ്ടാകാൻ കഴിയില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ് സ്ഥാപിച്ചിട്ടുള്ളതാണ്. അപ്പൊ സർവശക്ത എന്ന് വിളിച്ചാൽ അത് അള്ളാഹു എന്ന് വിളിച്ചാലും കൃഷ്ണ എന്ന് വിളിച്ചാലും അതിൻ്റെ പിന്നിലെ അർത്ഥവ്യാപ്തി സർവശക്തൻ എന്നാണ്. അപ്പോഴെങ്ങനെയാണ് ഒരു ദൈവത്തിനോട് മറ്റൊരു ദൈവത്തിന് പങ്കുകാരനാക്കാൻ പറ്റുന്നത്? ഒരു ദൈവത്തോടൊപ്പം മറ്റൊരു ദൈവം ഇല്ല. നമ്മൾ ബൈബിളിൽ എടുത്താൽ ആദത്തിനെയും ഹവ്വയെയും ദൈവം എന്തിനു പുറത്താക്കി ഏദൻ തോട്ടത്തിൽ നിന്ന്? ഒന്ന്, അവര് അറിവിന്റെ ഫലം പറിച്ചെടുത്ത് തിന്നു. ദൈവത്തെ അനുസരണക്കേട് കാണിച്ചു. പിന്നെ ദൈവം ആശങ്കപ്പെടുന്ന ഒരു സംഗതി, ഇനി ജീവന്റെ ഫലം പറിച്ചു തിന്ന് ഇവര് അമരന്മാരാകും. അത് അനുവദിക്കൂല. ഇത് ശരിയാണോ തെറ്റാണോ ഈ ദൈവത്തിന്റെ നടപടി എന്ന് ചോദിച്ചാൽ പ്രഥമ ദൃഷ്ട്യാ അത് തെറ്റാണ്. ദൈവം പക്ഷപാതം കാണിക്കുന്നു. തന്നോളം എത്താൻ ദൈവം മറ്റാരെയും അനുവദിക്കില്ല. ദൈവം അസൂയാലുവാണ്, ഒരു വലിയ മുതലാളിയാണ്. മുതലാളി തന്നോട് താഴ്ന്നവരെ ഒരിക്കലും തന്റെ നേരെ എത്താൻ അനുവദിക്കില്ല എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം മറുസ്ഥലത്ത് മറ്റൊരു ഉദാഹരണമുണ്ട്. ശ്രീകൃഷ്ണൻ ഭക്തരോട് പറയുന്നത് എന്താണ്? ബ്രഹ്മാണ്ഡ പാവന സസ്യ കവചസ്യ ഹരിസ്വയം ഋഷിചന്ദസ്യ ഗായത്രി ദേവോഹം ജഗദീശ്വര ധർമാർത്ഥ കാമ മോക്ഷേഷു വിനിയോഗ പ്രകീർത്തിത ത്രിലക്ഷവാര പഠന സിദ്ധത കവചം വിദേ യോ ഭവേ സിദ്ധ കവചോ മമ തുല്യോ ഭവേത്ത സഹ തേജസാ സിദ്ധി യോഗേന ജ്ഞാനേന വിക്രമേണ ജഹ. ഇതിന്റെ അർത്ഥം കൃഷ്ണൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഈ കവചം, അതായത് ജീവന്റെ ഫലം പോലെ കവചം നിങ്ങൾ ഉപാസിച്ചാൽ നിങ്ങൾക്ക് എനിക്ക് തുല്യനായി തീരാം. എനിക്ക് ജ്ഞാനത്തിലും വിക്രമത്തിലും ഐശ്വര്യത്തിലും പരാക്രമത്തിലും ശക്തിയിലും എല്ലാം നിങ്ങൾക്ക് എനിക്ക് തുല്യനാകാം, കൃഷ്ണന് തുല്യനാകാം, അതായത് ദൈവത്തിന് തുല്യനാകാം. അപ്പൊ ഒരു വശത്ത് ദൈവം തനിക്ക് തുല്യനായി തന്റെ ഭക്തരെ ഉപദേശിക്കുന്ന ഒരു ദൈവം, മറുവശത്ത് തനിക്ക് തുല്യനാകുമെന്ന് ഭയന്നുകൊണ്ട് സ്വന്തം സൃഷ്ടികളെ പുറത്താക്കുന്ന ദൈവം. ഇങ്ങനെ രണ്ട് ദൈവങ്ങളെ ചിന്തിച്ചാൽ അത് പരമ അബദ്ധമാണ്. പക്ഷേ ഈ പാസ്റ്റർ പോലുള്ളവർ അങ്ങനെ മാത്രമേ ചിന്തിക്കൂ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഇനി ദൈവം അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് എന്നൊരു ന്യായീകരണമായിട്ടാണ് വരുന്നതെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 6-ാമതാണെന്ന് കറക്റ്റ് നമ്പർ എനിക്ക് പറയാൻ സാധിക്കും. അവിടെ ദൈവത്തിന്റെ പുത്രന്മാർ, അവിടെ വേറൊരു ചോദ്യമുണ്ട്, ദൈവത്തിന് ഏകജാതനായ യേശു മാത്രമാണോ പുത്രനായിട്ടുള്ളത്, വേറെ പുത്രന്മാരുണ്ടോ എന്നൊരു ചോദ്യം പ്രസക്തമാകുന്ന സ്ഥലമാണ്. ദൈവത്തിന്റെ പുത്രന്മാർ, ഭൂമിയിലെ മനുഷ്യരുടെ പുത്രിമാർ സുന്ദരികളാണെന്ന് കണ്ട് അവരെ സമീപിച്ചു, അവരുമായി ജീവിക്കാൻ തുടങ്ങി. ദൈവം അപ്പം അവരോട് ഓർഡർ ചെയ്യുന്നു, നിർദ്ദേശിക്കുന്നു, ആജ്ഞാപിക്കുന്നു. മനുഷ്യൻ നശ്വരനാണ്, അവരുടെ സന്താനങ്ങൾ നശ്വരനാണ്, അവരുമായി നിങ്ങൾ സഹവാസം വയ്ക്കരുത്. പക്ഷെ ആ ദൈവത്തിന്റെ പുത്രന്മാർ ആ ആജ്ഞയെ അനുസരിച്ചില്ല, അനുസരണക്കേട് കാണിച്ചു. സ്വാഭാവികമായിട്ടും ദൈവം അതിൽ പരിതപിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ പുത്രന്മാരല്ല, അതൊക്കെ മാലാഖമാരാണ്, ദൈവത്തിന്റെ അന്യ സൃഷ്ടികളാണെന്ന് പറഞ്ഞാലും ആദവും ഹവ്വയും അന്യ സൃഷ്ടികളാണ്, ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അവരെ പുത്രന്മാർ സ്വീകരിക്കുന്നില്ല. ബൈബിളിലെ ഈ വചനത്തിൽ പുത്രന്മാരെന്ന് തന്നെ പ്രതിപാദിച്ചിരിക്കുന്നവരെയും സ്വീകരിക്കുന്നില്ല. എങ്കിൽ ആദത്തിനെ അവയും പോലെ അവരെയും അന്നേരം സ്വർഗത്തിൽ നിന്ന് ദൈവം പുറത്താക്കിയില്ല, ദൈവം അതിൽ പരിതപിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അവർ പുത്രന്മാരായിരിക്കും. പുത്രന്മാരിൽ ആയതുകൊണ്ടുള്ള മാനുഷികമായ പരിഗണന ഈ ധൃതരാഷ്ട്രർക്കുണ്ടായതുപോലൊരു പരിഗണന ദൈവത്തിനുണ്ടായതാണ് എന്നൊക്കെ ആക്ഷേപിച്ച് നമുക്കതിനെ ചിന്തിക്കാം. വസ്തുത അതല്ല. യഥാർത്ഥത്തിൽ ഒന്നുകിൽ ആ വസ്തുതയെ ശരിയായ വിധം ഗ്രഹിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ബഹുമാനം നൽകിക്കൊണ്ട് നമ്മളുടെ കുറവാണ്, നമുക്ക് ആ വസ്തുത മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ച് നമ്മൾ പിൻവാങ്ങണം. അത് അല്ലാതെ ഇവിടെ തനിക്ക് തുല്യനാകാൻ ദൈവം കൃഷ്ണൻ തന്റെ ഭക്തരെ ഉപദേശിച്ചതുകൊണ്ട് കൃഷ്ണൻ ശ്രേഷ്ഠനെന്നോ തനിക്ക് തുല്യനാകുമെന്ന് പേടിച്ച് പറുദീസയിൽ നിന്നും ആദത്തിനെ അവയും പുറത്താക്കിയത് കൊണ്ടും സ്വന്തം പുത്രന്മാരെന്ന് പ്രതിപാദിക്കുന്നവർ തന്റെ ആജ്ഞ നിരസിച്ചുകൊണ്ട് മനുഷ്യപുത്രിമാരുടെ
ായിട്ട് സഹവസിച്ചത് കൊണ്ട് അവരെ ശിക്ഷിക്കാതിരിക്കുന്ന ദൈവം പക്ഷപാതിയാണെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അതെല്ലാം തെറ്റായ ചിന്തകളാണ്. അതിൻ്റെയൊക്കെ സൂക്ഷ്മാർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് വേണം കരുതാൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ, അറിവിൻ്റെ വൃക്ഷം ആദവും ഹവ്വയും ഭക്ഷിച്ചു. ഇനി അവർ ജ്ഞാനത്തിന്റെ വൃക്ഷം ഭക്ഷിക്കും, കാരണം അവർക്ക് അറിവുണ്ട്. പക്ഷെ ആ അറിവ് ശുദ്ധമായി അവർ നേടിയ അറിവല്ല, ദൈവത്തിന്റെ ആജ്ഞയെ ധിക്കരിച്ചുകൊണ്ട് നേടിയ അറിവാണ്. അതുകൊണ്ടാണ് അവർക്ക് അമരത്വത്തിന്റെ ഫലം ദൈവം നൽകാതിരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു വരുമ്പം ദൈവത്തിന്റെ ആ പ്രവൃത്തി, ബൈബിളിലെ ആ പ്രവൃത്തി ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു തുടങ്ങും. അങ്ങനെ തന്നെ ഭഗവത്ഗീതയിലെയും രാമായണത്തിലെ അന്യ മതഗ്രന്ഥങ്ങളിലെ ഏത് ഗ്രന്ഥങ്ങളുടെയും യഥാർത്ഥ അംശം നമുക്ക് വൈരുദ്ധ്യമായിട്ട് മാനവികം അല്ല എന്നൊക്കെ തോന്നിയാലും അതിനെ നമ്മൾ ആക്ഷേപിക്കുക, പരിഹസിക്കുക, നിങ്ങളിൽ എന്തിരിക്കുന്നു, നമ്മളിൽ ഉണ്ടല്ലോ, നമ്മളാണ് ശ്രേഷ്ഠ എന്നൊക്കെ തർക്കിച്ചാൻ പറഞ്ഞാൽ ഒരു 10,000 കുറ്റങ്ങൾ ബൈബിളിൽ കണ്ടുപിടിക്കാൻ പറ്റും, 10,000 കുറ്റങ്ങൾ ഭഗവത്ഗീതയിൽ കണ്ടുപിടിക്കാൻ പറ്റും. തമ്മിൽ അല്ലാതെ ഒരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പാസ്റ്റർ ആയാലും മുസ്ലിം കുട്ടിയായാലും ഹിന്ദു മതത്തിന് വേണ്ടി തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തുന്ന ഒട്ടനവധി ഹിന്ദുക്കളായാലും ഒരു മതഗ്രന്ഥത്തെയും അവഹേളിക്കരുത്. അതില് മാനവിക വിരുദ്ധമായി തോന്നുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്തതാണെങ്കിൽ അതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ മാറ്റി നിർത്തുക. മനസ്സിലാകുന്ന, മാനവികമായ, കാരുണ്യമുള്ള, സത്യസന്ധതയുള്ള, സഹജീവിയെ സ്നേഹിക്കുന്ന അനുശാസനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. എന്തുകൊണ്ടെന്നാൽ ദൈവം എന്നത് തന്നെ നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ദൈവത്തെ പരീക്ഷണത്തിലൂടെ ഉണ്ടെന്ന് തെളിയിച്ച ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. അപ്പൊ അവിടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ പ്രകാരം ഒരൊറ്റ ദൈവമേ ഉണ്ടാകൂ. ആ ദൈവത്തിന് അള്ളാഹു എന്ന് വിളിക്കാം, യഹോവ എന്ന് വിളിക്കാം, മഹാവിഷ്ണു എന്ന് വിളിക്കാം, പരമശിവൻ എന്ന് വിളിക്കാം, ദേവി എന്നൊക്കെ വിളിക്കാം. കാരണം ആ വിളികളിൽ അവർ ആരെയാണ് ഉദ്ദേശിച്ച് വിളിക്കുന്നത്? അവർ സർവശക്തനെയാണ് ഉദ്ദേശിച്ച് വിളിക്കുന്നത്. ഒരു സ്ഥലം, ഒരു പ്രപഞ്ചത്തിൽ ഒരു സർവശക്തനെ ഉണ്ടാകൂ, മറ്റൊരു സർവശക്തൻ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഏത് പേര് വിളിച്ചാലും അത് ദൈവത്തിലായിരിക്കും. ദൈവത്തിന്റെ പേരിൽ പരസ്പരം അന്യമത ഗ്രന്ഥങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നവരെല്ലാവരും കള്ളന്മാരാണ് എന്ന് പ്രിയപ്പെട്ട ജനങ്ങൾ വിശ്വസിക്കണം. നന്ദി, നമസ്തേ.